എല്ലാവർക്കും എയ്സാപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ അല്ലേ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാമിന്റെ ഡേറ്റ് വന്നു. ഈ ഡേറ്റ് വരെ ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം, ഇനി പഠിച്ചാൽ കിട്ടുമോ, ഈ ഡേറ്റ് നമ്മൾ ഇനി എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം, എങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കണം എന്നുള്ള ഡിസ്കഷനുമായിട്ടാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും എയ്സാപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാ നമ്മുടെ ഡേറ്റ് വന്നിരിക്കുകയാണ്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 17/5/2025 അല്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി എത്ര ദിവസം ഉണ്ട്? എടാ മാക്സിമം പോയാലും നമുക്കിനി ഒരു 60 ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഈ 60 ഡേയ്സിനെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയടാ, ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഈ സിലബസിലൂടെ ഇനിയുള്ള 60 ദിവസം നമ്മൾ എങ്ങനെ കടന്നു പോകണം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നോക്കിയടാ, ആദ്യമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്. ഈ 20 മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇത് പഠിക്കാൻ. അപ്പൊ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് മിസ് പറഞ്ഞു തരാം. അതിന് മുന്നേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആദ്യത്തെ ഏരിയ ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാനൊരു സിവിൽ എക്സൈസ് ഓഫീസർ ആയി എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ. അത് ഏതൊരു എക്സാം ആയാലും എങ്ങനെയാണ്, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഈ 3 ഏരിയ എന്ന് പറയുന്നത്. 30 മാർക്കിൻ്റെ ഈ ഏരിയ ഏതൊക്കെയാണ് വരുന്നത്? ഇതിൽ വരുന്നത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അല്ലേ. ഈ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നുള്ള ഏരിയ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ കൂടുതലൊന്നും പഠിക്കണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു വെച്ച് വർക്കൗട്ട് ചെയ്യുക. ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല. കാരണം ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മിസ് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളം നമുക്ക് കാണാൻ പറ്റും, റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇംഗ്ലീഷും അതേ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മാത്സും അതെ. ഇതെങ്ങനെ പഠിക്കണം? ഇംഗ്ലീഷ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണാണ്, ആർട്ടിക്കിളിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോഴും ആർട്ടിക്കിളിൻ്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആർട്ടിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ് ചോദിച്ചതെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗം കൂടെ പഠിക്കുക. ആ ഏരിയ നോക്കിയിട്ട് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, മലയാളവും അത് തന്നെയാണ്. മലയാളം ഇപ്പോൾ സന്ധിയിൽ നിന്നാണ് ഒരു ചോദ്യം ചോദിച്ചെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ആഗമസന്ധി ചോദിച്ചു, അടുത്ത പരീക്ഷയ്ക്ക് വേറെ ഏതെങ്കിലും സന്ധി ചോദിക്കാം, ദ്വിത്വസന്ധി ചോദിക്കാം. അങ്ങനെ ഏരിയകൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ആ ഏരിയ കവർ ചെയ്ത് പഠിക്കുക. മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതേ മോഡൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാത്സിൽ പ്രാവീണ്യമുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും ചെയ്യേണ്ടത് മാത്സിനെ വിടാതെ കൂടിക്കണം. അതായത് ഡെയിലി വർക്കൗട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ മാത്സ് പഠിക്കാൻ. നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യണം. ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെ ആയിരിക്കും എന്നൊരു ബോധം നമുക്ക് വരും. അത് ചെയ്ത് പഠിക്കുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിക്കണമെന്നില്ല, പക്ഷെ ആ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, അതേ മോഡലുകളും ആവർത്തിച്ച് വരും. മാത്സിൻ്റെ കാര്യം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായൊരു സമയം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു 1 അവറെങ്കിലും നിങ്ങൾ എന്തിനു മാറ്റി വെക്കണം? മാത്സ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ മാറ്റി വെക്കണം. ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ 60 ദിവസമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 60 അവർ മാത്സിന് മാറ്റി വെക്കാം. അത് നിങ്ങൾ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഏരിയകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ 60 അവർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ഇതിലേക്ക് ഇങ്ങനെ ഉത്തരത്തിലെത്താം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് മാത്സിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണ്ട? പ്രീവിയസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഇംഗ്ലീഷും മലയാളമൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾ അതേ കാര്യങ്ങളും പഠിക്കണം. അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം.
പിന്നെ വരും നോക്കിയടാ ആനുകാലിക വിഷയം കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആണ്, 10 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം ഇവിടെയും നമുക്ക് കറണ്ട് അഫയേഴ്സ് കടന്നു വരാറുണ്ട്. ഓക്കെ, ഇതിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അവാർഡുകളൊക്കെ പ്രധാനമായിട്ടും പഠിക്കണം. നൊബേൽ സമ്മാനം അതൊന്നും നോക്കാതെ നിങ്ങൾ പോവുകയേ ചെയ്യരുത്. നിങ്ങളൊരു 2 വർഷം മുന്നേക്കുള്ളത് വരെ എന്ത് ചെയ്യണം, നൊബേൽ പ്രൈസൊക്കെ കൃത്യമായി നോക്കി വെച്ച് പഠിച്ചു വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ. ഓക്കെ, എക്സാം എഴുതുന്നതിന് മുന്നേ പിന്നെ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ വിട്ട് കളയരുത്. ഇതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ വായിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് നിങ്ങളുടെ മനസ്സിൽ ഇത് ബൈ ഹാർട്ടായിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, അടുത്തൊരു ഏരിയ വരുന്ന സയൻസ് ആണ്. അതിൽ വരുന്നത് നോക്കിയാൽ രസതന്ത്രം 3 മാർക്കിനുണ്ട്, ഭൗതികശാസ്ത്രം 3 മാർക്കുണ്ട്, അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അല്ലേ, ഇത് 4 മാർക്കിനുണ്ട്. ഇവിടുന്ന് പ്രധാനമായിട്ട് എന്താ ചോദിക്കാറുള്ളത്, ഭൗതികശാസ്ത്രവും രസതന്ത്രവും ഒക്കെ റിപ്പീറ്റ് ആയിട്ട് തന്നെയാണ് ചോദിക്കാറുള്ളത്. വലിയ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് 1 2 ഒക്കെ വരാറുണ്ട്. കുറച്ച് ടഫായിട്ടുള്ള ഏരിയകൾ അവിടെ കടന്നു വരാറുണ്ട്. എന്നാലും പ്രീവിയസ് വന്ന ഏരിയയിൽ നിന്ന് തന്നെയാണ് വരാറുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൊതുജനാരോഗ്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു പോകണം. നിലവിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ആരോഗ്യ പദ്ധതികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കി വെച്ച് എഴുതി വെച്ച് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, എന്തായാലും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് കേരളം ഭരണവും ഭരണ സംവിധാനവും അറിയാലോ നമുക്ക്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന. ഭരണഘടന നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, മുൻ വർഷ ചോദ്യ പേപ്പറുകൾ ഒരു LDC ലെവലിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭരണഘടന പഠിച്ചു വെക്കണം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, അമെൻമെൻറ്റ് വന്നിട്ട് മാറ്റം വരുത്തിയിട്ടുള്ള ആർട്ടിക്കിളുകളുണ്ട് ഇല്ലേ, അതിപ്പോഴത്തെ എക്സാമിന് സ്ട്രിക്റ്റ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്, അമെൻമെൻറ്റ് വഴി അല്ലേ, ഭേദഗതി വഴി വന്നിട്ടുള്ള നിയമങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസും നന്നായി പഠിച്ചു വെക്കണം. ആ ഏരിയയിൽ നിന്നും നല്ലപോലെ ക്വസ്റ്റ്യൻ വരുന്നതാണ് നിലവിലെ എക്സാമിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഒരു LDC ലെവലിലെങ്കിലും നിങ്ങൾ എന്ത് നോക്കി വെക്കണം, നിങ്ങൾ ഈ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ വരുന്നതാണിതാ 5 മാർക്കിന് നമ്മുടെ എക്കണോമിക്സ്. എന്താടാ എക്കണോമിക്സ്, നിലവിലൊരു ട്രെൻഡ് അനുസരിച്ച് എന്താ എക്കണോമിക്സ് ഇതുപോലെ ഒരു +2 ലെവലെങ്കിലും എക്കണോമിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെന്ത് ചെയ്യേണ്ടത്, കുറച്ച് പഠിച്ചാൽ മതി എന്നാൽ ഒരുപാട് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് എക്കണോമിക്സ്. പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുപാടൊന്നും എക്കണോമിക്സിൽ പഠിക്കാനില്ല. നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ, ജോഗ്രഫി പഠിക്കുന്ന പോലെ ഒരുപാടൊന്നും നമുക്ക് എക്കണോമിക്സ് പഠിക്കാനില്ല. ഒരു ലിമിറ്റഡ് ഏരിയ ആണ്, ഒരു ലിമിറ്റഡ് സിലബസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഭൂരിഭാഗം ചോദ്യങ്ങളും ചോദിക്കുന്നത്. എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പ്രീവിയസ് നമുക്ക് ചെയ്ത് പഠിക്കാം. പ്രീവിയസ് വന്നിട്ടുള്ള ഏരിയകൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളത് നോക്കുക, ആ ടോപ്പിക്ക് എടുത്ത് വെച്ചിട്ട് വായിക്കുക. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യാനുള്ളത് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. എടാ വളരെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. പിന്നെ നമ്മുടെ ഭൂമിശാസ്ത്രമുണ്ട്, അതുപോലെ ചരിത്രമുണ്ട്. ഇതിനെ വിട്ട് കളയണം എന്ന് മിസ് ഒരിക്കലും പറയില്ല. ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ഒരു ബേസിക് നോളജ് ഉണ്ട്, അത് കളയാതെ നോക്കുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിലവിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയാവുന്ന നിങ്ങൾക്ക് അറിയുന്ന ഏരിയകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് അറിയുന്ന ഏരിയകൾ ഉണ്ടാവും. ഇതൊരിക്കലും കയ്യിൽ നിന്നും വിട്ട് കളയരുത്. പുതിയത് കൂടുതൽ പഠിക്കുന്നതിനേക്കാളും കയ്യിലുള്ളത് കളയാതെ നോക്കാനാണ് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കേണ്ടത്. പുതിയത് പഠിച്ചാലും റിവിഷണൽ സ്റ്റഡിയും റിപ്പീറ്റേഷണൽ സ്റ്റഡിയും മസ്റ്റാണ്. ഓക്കെ, അതെന്താണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ 2 ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കറണ്ടായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയും ഭാഗമാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല, അയ്യോ ഇത്രയും ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എങ്ങനെ ഷെഡ്യൂൾ ഇടും, എങ്ങനെയാണ് മിസ് ചെയ്ത് ഈ ദിവസം കൊണ്ട് ഞങ്ങൾ കവർ ചെയ്യാം എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ടെങ്കിൽ ഇനി പേടി വേണ്ട. പവർഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാക്കി അണിയാം ഇല്ലേ. കാക്കി അണിഞ്ഞ് പവർഫുൾ ആവാനായിട്ട് നമ്മളുടെ ബാച്ച്, സ്പെഷ്യൽ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ CPO, സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ ഫയർമാൻ, ഫയർ വുമൺ ഒക്കെ നമ്മുടെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് 2999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സിലബസ് ഇട്ട് പഠിക്കാൻ ഈ സമയം കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഈ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായ ഷെഡ്യൂളോടുകൂടെ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി 60 ദിവസത്തെ അനലൈസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളിവിടെ നമ്മുടെ ബാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമുകൾ എഴുതാൻ പറ്റും. OMR വാലുവേഷനുകൾ ഉണ്ടാകും, ടോപ്പിക് എക്സാംസും മോഡൽ എക്സാംസും നിങ്ങൾക്ക് അതിലുണ്ടാവും. നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് എക്സാം എഴുതി പഠിക്കുന്നതിനാണ്. അപ്പോൾ കൃത്യമായ ഷെഡ്യൂളോട് കൂടെ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിക് എക്സാംസും മോഡൽ എക്സാംസും അതുപോലെ തന്നെ OMR വാലുവേഷനും ഈ ബാച്ചിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈംലി ഷെഡ്യൂൾഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയകൾ എങ്ങനെ പഠിക്കാമെന്നുള്ള കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. പ്രധാനമായിട്ടും എന്താണ്, നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്ക് കളയാതെ നിങ്ങൾക്ക് എങ്ങനെ അത് സ്കോർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ ബാച്ചിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കേടാ. അപ്പോൾ ഇനി പറയാനുള്ളത്, എങ്ങനെയാണ് നമ്മൾ ഇനി ഈ എക്സാമിനെ 60 ദിവസത്തിലെ നമ്മുടെ മുന്നിലുള്ള 60 ഡേയ്സിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് മിസ് ഇനി തരാൻ പോകുന്നത്. ഈ 60 ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാടാ? 60 ദിവസം നമ്മൾ മോഡൽ എക്സാംസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റഡ് ആയിട്ടുള്ള 60 ഡേയ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 60 ഡേയ്സിൽ നമുക്ക് എക്സാമിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു എക്സാമിൻ്റെയും ബേസ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത്, അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. സ്ഥിരമായിട്ട് PSC എക്സാം എഴുതുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഇന്ന ഭാഗങ്ങൾ ഇന്ന പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം ഈ പരീക്ഷയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 60 ദിവസം നമുക്ക് എത്ര എക്സാമുകൾ എഴുതാൻ പറ്റും? 60 ദിവസം 60 മോഡൽ എക്സാം നമ്മൾ എഴുതി പഠിക്കണം. അങ്ങനെയെങ്കിൽ ഈ 60 മോഡൽ എക്സാം നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കേടാ, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ അത് തന്നെ ഉണ്ടാവും. നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും. ഓക്കെ, അത് 3ഉം എഴുതി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരും, ഇതെവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഏത് ഏരിയയാണ് ഞാൻ വീക്ക് ആയിട്ടുള്ളത്, ഏത് ഏരിയയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, ഇത് വരും. ഇതെങ്ങനെ പഠിക്കണം? നിങ്ങൾ കറക്റ്റായിട്ടുള്ള ടൈം ഷെഡ്യൂൾ ഇട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെ പഠിക്കണം? നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1:45 ഇരുന്നിട്ട് 3:15 വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ, ഓക്കെ, ആ ഒരു ടൈമിൽ എന്ത് തന്നെ ടൈം ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വരുന്നത് എത്ര സമയമാണ് വരുന്നത്? എക്സാം വരുന്നത് 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഈ 1.5 മണിക്കൂർ പറ്റുമെങ്കിൽ ഈ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു 1.5 മണിക്കൂർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇത് എഴുതുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ OMR ഷീറ്റിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ലിമിറ്റ് വെക്കാൻ പറ്റും. OMR ബബിൾ ചെയ്യുന്ന ഒരു സമയം കൂടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ടിക്ക് ഇട്ട് പോവുക ചെയ്യുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം കൂടുതൽ കിട്ടും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് വേണം ഇനിയുള്ള 60 ദിവസത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിയടാ, ഈ അടുത്ത് LDC എക്സാം കഴിഞ്ഞു, 7 സ്റ്റേജസ് ആയിട്ടാണ് കഴിഞ്ഞത്. ആ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ എടുത്തു വെച്ച് പഠിക്കണം. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സിൻ്റെയും ഏരിയ നമുക്ക് കൃത്യമായി ഈ എക്സാമിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 2021-22 കാലയളവിൽ നടന്നിട്ടുള്ള 12th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം. അതുപോലെ തന്നെ 10th പ്രിലിംസ് 2024-25 മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതിന് മുന്നിലേക്കുള്ളടാ എക്സാം അതിന് മുന്നേ നടന്നിട്ടില്ലേ, അതും നമുക്ക് എടുത്തു വെച്ച് പഠിക്കാൻ പറ്റും. നോക്കിയടാ, ഈ എക്സാംസിൻ്റെ നമ്പേഴ്സ് മാത്രം കൂട്ടുമ്പോൾ നോക്കിയേ നമുക്ക് ഏകദേശം ഒരു 20 മോഡൽ എക്സാം പേപ്പർ നമുക്ക് കിട്ടും. കേടാ, 20 മോഡൽ എക്സാം ഇവിടെ നിന്ന് 20 ദിവസം ചെയ്ത് പഠിക്കാനുള്ള മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ 4 പരീക്ഷകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സൈറ്റിൽ കയറുക, ഡൗൺലോഡ് ചെയ്യുക, കറക്റ്റ് ടൈം ഷെഡ്യൂൾ 1.5 മണിക്കൂർ ടൈം ഷെഡ്യൂൾ വെക്കുക, OMRൽ ബബിൾ ചെയ്തിട്ട് എക്സാം ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് ഏത് ഭാഗമാണ് കിട്ടാത്തത്, ഏത് ഭാഗത്താണ് ഞാൻ നെഗറ്റീവ് വരുത്തുന്നത്, നെഗറ്റീവ് വരുത്തുന്ന ഏരിയകൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ സ്ട്രെസ്സായിട്ട് പഠിക്കണം. കൺഫ്യൂഷൻ വരുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്.
അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഭാഗം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഏത് ഏരിയ ആണ് എനിക്ക് നെഗറ്റീവ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. നെഗറ്റീവ് ഒഴിവാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ക്ലിയർ ആയിട്ട് വായിക്കണം അല്ലേ? ആ ഏരിയ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഏത് ഏരിയയിലാണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത്, എനിക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാണ്, ആ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും വായിക്കണം. അത് വിട്ട് കളയരുത്. ഓക്കെ, ഏതാണ് ഞാൻ തീരെ നോക്കാത്തത്, എനിക്ക് ഒട്ടും കിട്ടാത്തത്, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഏരിയ ഏതാണ്, അതും ഇതിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ അത് നിങ്ങൾ പഠനം ആരംഭിക്കുക. അതല്ല എന്നെക്കൊണ്ട് ഒട്ടും പറ്റില്ല, ഇത് വളരെ ആയിട്ട് ദീർഘമുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രീവിയസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്രയും കാര്യമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാനുള്ള ഒരു സോഴ്സാണ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ. അതായത് നമ്മുടെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, ഇതിലൊക്കെ നിരന്തരമായിട്ട് എന്ത് വരുന്നുണ്ട്? മോഡൽ എക്സാംസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. എഴുതുമ്പോൾ, ഈ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു തൊഴിൽ വീതി വാങ്ങി ഈ എക്സാം എഴുതി പിന്നെ എന്ത് ചെയ്യരുത്? ഇത് ഒഴിവാക്കരുത്. ഇതെന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കറക്റ്റ് അവിടെ എടുത്തു വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിവിഷൻ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPO, WCPO അതുപോലെ ഫയർമാൻ, ഫയർ വുമൻ്റെ ഒക്കെ എക്സാംസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഇതിൽ 80 മാർക്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് ഇതിലൊക്കെ 20 മാർക്ക് എന്തായിരിക്കും? ഇതിലെല്ലാം 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് തൽക്കാലം അങ്ങ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിലെ 80 മാർക്ക് അതിലും എന്തുണ്ടടാ? നേരത്തെ പറഞ്ഞ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഉണ്ട്. അത് വിട്ട് കളയാതെ എന്ത് ചെയ്യണം? ചെയ്യണം. ഇതിൽ നിങ്ങൾ നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് 60 ദിവസത്തേക്കുള്ള ഏകദേശം 60 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ എക്സാം, മോഡൽ എക്സാം കിട്ടുന്നോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി പഠിക്കാൻ പറ്റും. ചെയ്യേണ്ട കാര്യം ഇതാണ്, ഏത് എക്സാം എഴുതിയോ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിന്നെ നിങ്ങൾ കളയാൻ പാടില്ല. പ്രധാനമായിട്ടും നോക്കേണ്ടത് ഉത്തരം മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണം നിങ്ങൾ എക്സാം എഴുതി പഠിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും ഉത്തരം മാർക്ക് ചെയ്യരുത്. നിങ്ങൾ പഠിച്ച പരീക്ഷ, അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ 5 പരീക്ഷയാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ഈ വീക്കെൻഡിൽ ശനിയോ ഞായറോ ഇരുന്നിട്ട് ആ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ ഇരുന്ന് വായിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ശനി വരെ ഞാൻ 6 എക്സാം എഴുതി, ഞായറാഴ്ച ദിവസം ഞാനൊരു എക്സാമും കൂടെ എഴുതി. അങ്ങനെ ആ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞായറാഴ്ച ദിവസം ഞാൻ ഇരുന്ന് വായിക്കണം. അങ്ങനെ റിവിഷൻ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് നമുക്ക് ഓർമ്മയിൽ വരുള്ളൂ. ഇവിടെ എത്ര വായിച്ചിട്ടും എനിക്ക് കിട്ടാത്ത ഏരിയകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് അത് വീണ്ടും വായിക്കണം. ഓക്കെ, ഇങ്ങനെ ഈ 60 ദിവസങ്ങളെ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവാടാ? നമുക്കും ആവാം ഒരു സിവിൽ എക്സൈസ് ഓഫീസർ. ഓക്കേടാ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൽ 3ാം റാങ്കുമായിട്ട് നമ്മുടെ ശ്രുതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. ഇതുപോലെ വളരെ കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് പഠിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ പഠിച്ച് എയ്സിൽ നിന്നും 3ാം റാങ്ക് നേടിയിട്ടുള്ളതാണ് ശ്രുതി. ഇത് മാത്രമല്ല, നമ്മുടെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോകുന്ന റിസൾട്ടുകളാണല്ലേ. ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറുടെ റാങ്ക് ലിസ്റ്റ് വന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കേടാ, 1, 2, 6, 8 റാങ്കുകളെല്ലാം എയ്സിൽ തന്നെയുണ്ട്. ഏറ്റവും മുകളിലെ റാങ്കുകൾ തപ്പി എവിടെയും പോവേണ്ട, അതെല്ലാം എയ്സിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഓക്കെ, 1, 2, 6, 8, 21, 24 അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ റാങ്കുകളും കണ്ടു. 1-ലധികം മേഖലകളിൽ റാങ്ക് വാങ്ങിയ ആളുകൾ ഉൾപ്പെടെ എയ്സിലുണ്ട്. റിസൾട്ട് ഇവിടെയുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് എവിടെയാടാ? റിസൾട്ട് ഉള്ളിടത്ത് പഠിച്ചാൽ നിങ്ങൾക്കും റിസൾട്ട് നേടാം. അപ്പം എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ടും ടൈം ഷെഡ്യൂൾഡായിട്ടും വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ പഠിക്കാനായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ എയ്സിൽ അഡ്മിഷൻ ഉറപ്പാക്കുക. വളരെ ടൈം ബൗണ്ടറിയിൽ, വളരെ കുറഞ്ഞ ടൈം ബൗണ്ടറിയിൽ നിന്ന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ നിങ്ങൾക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹൈബ്രിഡ് ക്ലാസ് റൂംസ് യൂട്ടിലൈസ് ചെയ്ത് ലൈബ്രറി, റീഡിംഗ് ഫെസിലിറ്റികൾ, അതുപോലെ എക്സാംസ്, മോഡൽ എക്സാംസ്, ടോപ്പിക് എക്സാംസ്, OMR വാല്യുവേഷൻ എന്നിവ ഉൾപ്പെടുത്തി പഠിച്ചിട്ട് വളരെ കൃത്യമായി പഠിച്ച് ഇതുപോലെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇന്നിവരാണെങ്കിൽ നാളെ ഈ 1-2 റാങ്കുകളിൽ നിങ്ങളാണ് വരേണ്ടത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ഇന്ന് തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. ഇതുപോലെ നാളെ നിങ്ങളും തിളങ്ങി നിൽക്കട്ടെ എയ്സിൻ്റെ ബാനറിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ബൈ.